നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും അത് വലിയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല. കാരണം ഇനി 6-7 മാസേ ഒരു MLA ജയിച്ചാലും ഉള്ളൂ, തോറ്റാലും ഉള്ളൂ. അതുകൊണ്ട് അത് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നൊന്നും പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷേ അതിനെ സങ്കീർണമാക്കുന്നത് 2 ഘടകങ്ങളാണ്. ഒന്ന്, ഇടതുപക്ഷം ഇതിൽ ജയിച്ചാൽ പിണറായി 3ലേക്ക് പോകും. കാരണം ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റാണത്. അൻവർ പോയെങ്കിലും സീറ്റ് ഇടതുപക്ഷത്തിൻ്റെയാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടാൽ അത് ഇടതുപക്ഷത്തിന് ക്ഷീണമാണ്, അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റ് ജയിച്ചാൽ ഇടതുപക്ഷത്തിന് മേന്മയാണ്. അതാണ് അതിലുള്ള ഒരു പ്രാധാന്യം. പക്ഷെ അതിനേക്കാളൊക്കെ സങ്കീർണമാക്കുന്നത് PV അൻവർ തിരിച്ചു വരുന്നതാണ്. നമുക്ക് വളരെ ലളിതമായൊരു ചോദ്യമുണ്ട്. PV അൻവർ മത്സരിക്കാനായിരുന്നെങ്കിൽ പിന്നെ അയാൾ എന്തിനാ രാജിവെച്ചത്? ഇത്രയും കാശ്, നാട്ടുകാരുടെ കാശ്, രാഷ്ട്രീയ കക്ഷികളുടെ കാശ്, സമയം എല്ലാം മെനക്കെടുത്തിയിട്ട് ഇപ്പൊ വീണ്ടും അദ്ദേഹം എന്തിനാണ് വന്നത്? അദ്ദേഹത്തിന് ആരോടാണ് അദ്ദേഹം ശക്തി തെളിയിക്കാൻ പോകണമെന്നുള്ളൊരു ചോദ്യമുണ്ട്. PV അൻവറിന് ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, ജയിക്കാനുള്ള സാധ്യത നമുക്ക് രണ്ടാമത് വരാം, കഴിഞ്ഞില്ല എങ്കിൽ LDF ജയിച്ചാലും UDF ജയിച്ചാലും PV അൻവർ തോൽക്കും. കാരണം LDF ജയിച്ചാൽ PV അൻവർ എതിർത്താലും LDF ജയിക്കും. അപ്പോൾ LDFന് ഇത്തിരി പിണറായിസം പരാജയപ്പെട്ടിട്ടില്ല. ഇനി UDF ജയിച്ചാൽ അപ്പോൾ UDFന് ജയിക്കാൻ PV അൻവറിന്റെ പിന്തുണ ആവശ്യമില്ല. പൊതുവെ നിലമ്പൂർ ഒരു UDF അനുകൂല മണ്ഡലമാണ്. UDFന്റെ വോട്ടുകൾ എപ്പോഴെങ്കിലും ഭിന്നിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ LDF ജയിച്ചിട്ടുള്ളത്. അത് തന്നെ അരിവാൾ ചുറ്റികളൊന്നും ജയിച്ചിട്ടുള്ളത് ഇപ്പോൾ മുമ്പ് TK ഹംസ 82-ൽ ജയിച്ചിട്ടുണ്ട്. അന്ന് ഈ പറഞ്ഞതുപോലെ ഇതുകൊണ്ടാണ്. അതുപോലെ അന്ന് TK ഹംസ DCC നേതാവായിരുന്നു, ജില്ലാ കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹത്തിന് മത്സരിച്ചു LDF സ്ഥാനാർത്ഥിയായിട്ട് കൂട്ടമടയാളത്തിൽ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ കൂടുതൽ വോട്ട് വീണു, അദ്ദേഹം ജയിച്ചു. അതിനുശേഷം പിന്നെ 2016-ൽ അൻവറാണ് ജയിക്കുന്നത്. സ്വാഭാവികമായും അൻവർ പഴയ കോൺഗ്രസ്സുകാരനാണ്, പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചിട്ടുള്ള ആളാണ്, കോൺഗ്രസിന്റെ DICയുടെ ആളായിരുന്നു, കാശും ധാരാളമുണ്ട്. അങ്ങനെ 2016-ൽ അൻവർ ജയിക്കുന്നു. അന്ന് ആര്യാടൻ ഷൗക്കത്തിനോടുള്ള ചില വിരോധങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടാവാം. അതിൽ LDFന്റെ വോട്ടിന് പുറമെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും നല്ലൊരു പങ്ക് വോട്ട് അൻവറിന് കിട്ടിയിട്ടുണ്ടാവാം, കാരണം വ്യക്തി എന്നുള്ള നിലയ്ക്ക്. 2021 ആകുമ്പോഴേക്കും ആ പ്രഭ പോകുന്നു. അൻവർ നിയമസഭയിൽ വരുന്നില്ല, അൻവർ ഒന്നും ചെയ്യുന്നില്ല, അൻവർ ഇങ്ങനെ ബളുണ്ടാക്കുകയാണെന്ന് വന്നു. എന്നിട്ടും ചെറിയൊരു മാർജിനിൽ കേരളം മുഴുവൻ പിണറായി തരംഗം ആഞ്ഞടിക്കുമ്പോഴും വീണ്ടും രണ്ടാം പിണറായി വരുമ്പോഴും ഈ അൻവറിന്റെ ഭൂരിപക്ഷം വളരെ കുറഞ്ഞു, 2000 ഇഷ്ടം വോട്ടേ പോലും. എന്ന് പറഞ്ഞാൽ അവിടെയും അൻവർ എന്ന നിലയ്ക്ക് പിടിച്ച വോട്ട് കൊണ്ടാണ് അവിടെ ജയിച്ചത്, അല്ലാതെ LDFന്റെ ബേസ് വോട്ട് കൊണ്ടല്ല. ഇപ്പോ അൻവറിന് LDFും ഇല്ല, UDFും ഇല്ല, ആരും നേരിട്ട് പിന്തുണയില്ല, സ്വതന്ത്രനായി മത്സരിക്കുന്നു. അൻവറിനോട് ആളുകൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, എന്നാ പിന്നെ എന്തിനാ നിങ്ങൾ മത്സരിക്കണം എന്നുള്ളത് ചോദ്യം ചോദിക്കും. രണ്ടാമത്, അൻവറിനെ ഇതിൽ UDFിൽ നിന്നോ LDFിൽ നിന്നോ കൂടുതൽ പിന്തുണ കിട്ടുമോ? UDFിനെതിരായി, സതീശനെതിരായി അതിശക്തമായ ആക്രമണം നടത്തുകയും ലീഗിനെ തലോടുകയും സതീശനെ തല്ലുകയും ചെയ്യുന്ന ഒരു നയമാണ് അൻവർ സ്വീകരിച്ചത്. അതുകൊണ്ട് ലീഗ് വോട്ട് അൻവറിന് കിട്ടുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ വന്നാൽ മുസ്ലിം ലീഗിന് വലിയൊരു പ്രതിസന്ധിയുണ്ട്. കാരണം എന്താ, ലീഗ് വോട്ട് അൻവറിന് ചെയ്യേണ്ടി വന്നാൽ UDF തോൽക്കുകയും UDF തോറ്റാൽ പിണറായി 3 വരികയും അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായ ഒരു സംഗതിയാണ്. കാരണം പിണറായി 3 വന്നാൽ അത് ലീഗിന് ഇതിന് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്വാഭാവികമായും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള ഒരു വോട്ട് വരുമോ, മറിയുമെന്ന്. വോട്ട് അങ്ങനെ മറിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അൻവറിന് വലിയ കാര്യമായിട്ടുള്ള വോട്ടൊന്നും കിട്ടില്ല. ഒരു 10,000 വോട്ടിൽ താഴെ അൻവർ വന്നേക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അൻവറിന്റെ പൈസയും അൻവറിന്റെ ആളുകളും ബഹളമൊക്കെ. ഇനി രണ്ടാമത്തെ പ്രശ്നം, ഉപതെരഞ്ഞെടുപ്പുകൾ എപ്പോഴും വളരെ ഷാർപ്പ് പൊളിറ്റിക്കൽ ഫൈറ്റാണ്. അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി, വേറെ മൂന്നാമത്തെ സ്ഥാനാർത്ഥി എന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. BJP പോലോടെ മത്സരിക്കണോ വേണ്ടിയോ എന്ന് ആലോചിച്ചത് അതുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അൻവറിന് വോട്ട് ചെയ്യാനുള്ള ആളുകൾ കുറയും, ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണ്ടേ. ഉദാഹരണത്തിന് പിണറായിസം തോൽക്കണം എന്ന് അൻവർ പറയുന്ന പോലെയാണ് ശരിയെങ്കിൽ എന്തിനാ അൻവറിന് വോട്ട് ചെയ്യുന്നത്? അപ്പോൾ വോട്ട് ചെയ്യേണ്ടത് UDF സ്ഥാനാർത്ഥിക്കല്ലേ. അതുപോലെ സതീശനിസം തോൽക്കണം എന്ന് പറയുന്ന ഒരാൾ LDFന് വോട്ട് ചെയ്താൽ പോരെ, എന്തിനാണ് അൻവറിന് വോട്ട് ചെയ്യുന്നത്? ഈ പോളറൈസേഷൻ വളരെ ശക്തമായി നടന്നാൽ അൻവറിന് അവിടെ സാധ്യത വളരെ 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 കുറവാണ്, ജയിക്കാനുള്ള സാധ്യത. ഇനി കുറെ വോട്ട് പിടിച്ച് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനാണ് അൻവർ ശ്രമിക്കുന്നതെങ്കിൽ അതും അൻവറിന് ഗുണകരമാവില്ല. കാരണം അൻവർ UDF ജയിച്ചാൽ അൻവറിനെ പിന്നെ ഒരിക്കലും UDFിൽ എടുക്കില്ല. UDF തോറ്റാലും അൻവറിനെ UDFിൽ എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, കാരണം UDFിനെ തോൽപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അൻവറിന് ഒരു രാഷ്ട്രീയ ഭാവി ഞാൻ അങ്ങനെ കാര്യമായിട്ട് കാണുന്നില്ല. പിന്നെ UDF ആണ്,
കുറെ കാലം കഴിയുമ്പോൾ ഇപ്പോൾ DIC പോയി തിരിച്ചു വന്നവരാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. DIC പല പാർട്ടികളും UDF നിന്ന് പോയി തിരിച്ചു വന്നിട്ട് കേരള കോൺഗ്രസുകൾ പലവട്ടം പോവുകയും വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അൻവറിനും അയക്കാം. പക്ഷെ അൻവർ ചെയ്ത ഏറ്റവും വലിയ ചതി ഈ നിലമ്പൂരിലെ ജനങ്ങളോട് മാത്രമല്ല, ആ ചതി ഒന്ന് തൃണമൂൽ കോൺഗ്രസിനോടാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നം കിട്ടും, അയാൾ തൃണമൂൽ കോൺഗ്രസ്സുകാരനാണെന്നുണ്ട് ചിഹ്നത്തിന് അപ്ലൈ ചെയ്തു. ആദ്യത്തെ നോമിനേഷൻ പേപ്പറിൽ അത് കൊടുക്കുന്നു. എന്നിട്ട് വളരെ ബോധപൂർവം ഒരു തെറ്റയാൾ കാണിക്കുന്നു. തെറ്റെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കാരണം അത് ഏത് കുട്ടിക്കും അറിയാവുന്ന ഒരു കാര്യം. ഞാനൊരു സെറ്റ് നോമിനേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിൽ 10 വോട്ടർമാർ, ആ മണ്ഡലത്തിലെ 10 വോട്ടർമാർ പേര് ചേർത്തിരിക്കണം, അവരുടെ ID കാർഡ് സംഗതിയൊക്കെ കൊടുക്കണം. ഇവിടെ 10 വോട്ടർമാർ ചേർത്തില്ല, ഒരാളുടെ പേര് ചേർത്ത്. അത് ഇത്ര തവണ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് അൻവർക്ക് അറിഞ്ഞൂടെ തട്ടിപ്പോകുന്നത്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആവണമെന്നില്ല. ഇനി എങ്ങനെ കഷ്ടകാലത്തും ജയിച്ചാൽ അയാൾക്ക് പാർട്ടി മാറേണ്ടി വരും, അല്ലെങ്കിൽ നിലപാട് മാറേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ സ്വാഭാവികമായിട്ടും അൻവർ ചതിക്കുകയാണ് ചെയ്തത്. അവർ ചിഹ്നം കൊടുത്തു, ചിഹ്നം കൊടുത്താലും ചിഹ്നം അയാൾ സ്വീകരിച്ചില്ല. അപ്പൊ കത്രികയോ എന്താണ് ചിഹ്നം. അപ്പോൾ ആ അർത്ഥത്തിൽ അൻവറിന് വിശ്വാസ്യത തീരെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഏതെങ്കിലും അർത്ഥത്തിൽ ഈ വാചകടി കൊണ്ടൊന്നും ആളുകൾ വോട്ട് ചെയ്തോളണമെന്ന് ഞാൻ തോന്നുന്നില്ല. കാരണം ആളുകൾ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം വരുമ്പോൾ പക്കയായിട്ട് അവരുടെ രാഷ്ട്രീയത്തിന് അവർ വോട്ട് ചെയ്യും. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ് അത്. അൻവർ പറയുന്ന രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ പിണറായിസം എന്ന് അൻവർ പറയുന്ന രാഷ്ട്രീയം ഉയർത്തിയാൽ അങ്ങനെ പിണറായിസത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അൻവറിനല്ല വോട്ട് ചെയ്യുക, ഷൗക്കത്തിന് വോട്ട് ചെയ്യും തിരിച്ചു. അതുകൊണ്ട് ഞാൻ കണക്കാക്കുന്നത് അൻവറിനൊരു വലിയ രാഷ്ട്രീയ ഭാവി ഇല്ല എന്നാണ്. ഇനി എല്ലാം കഴിഞ്ഞ് വീണ്ടും UDFന്റെ വാതിലുകൾ പോയി മുട്ടി UDF വീണ്ടും അയാൾ ആക്കുമോ എന്ന് ചോദിച്ചാൽ UDF ഇതുവരെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ വാതിലടച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ ചില സാങ്കേതികതകളൊക്കെ പരിശോധിച്ച് ചിലപ്പോൾ വന്നേക്കാം. അതിനെ ആശ്രയിച്ചിരിക്കും അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്നാണ് ഞാൻ കണക്കാക്കുന്നത്.